ECG 173 Psychology for Health and Well-being. The question that we discuss right now here is, what do you mean by time management? What do you mean by time management? What is time management? Time management is a key to our success. Time management is the process of planning and controlling how much time is spent on various activities. ടൈം മാനേജ്മെന്റ് എന്നത് നമ്മുടെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിക്കുന്ന സമയത്തെ നന്നായി പ്ലാൻ ചെയ്യലും നന്നായി അതിനെ നിയന്ത്രിക്കലും കൂടിയാണ്. ആ പ്രക്രിയയാണ്, ആ പ്രോസസ്സാണ് ടൈം മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഹൗ മച്ച് ടൈം ഈസ് സ്പെൻഡ് ഓൺ വേരിയസ് ആക്ടിവിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അവയെല്ലാം എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇതാണ് ടൈം മാനേജ്മെന്റ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രയോറിറ്റൈസിങ് ടാസ്ക്. അപ്പോൾ മുൻഗണന അർഹിക്കുന്ന ടാസ്കിന് പ്രാധാന്യം കൊടുത്ത് ആദ്യമേ അത് ചെയ്യാൻ ലിസ്റ്റിൽ ആദ്യം പേര് നൽകണം. അതാണ് പ്രയോറിറ്റൈസിങ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ്, അതുപോലെ തന്നെ യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഒരിക്കലും നടക്കാത്ത പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് അച്ചീവ് ചെയ്യാൻ നോക്കി സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് റിയലിസ്റ്റിക് ഗോളുകൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ആൻഡ് അവോയ്ഡിങ് ഡിസ്ട്രാക്ഷൻസ് ടു മേക്ക് ദ മോസ്റ്റ് യൂസ് ഓഫ് അവർ അവൈലബിൾ ടൈം. നമ്മുടെ ലഭ്യമായ സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബെസ്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആ ജോലിക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്ത് TV സിനിമ കാണുക എന്ന ഒരിടത്താണ്, അല്ലെങ്കിൽ ജനാലയ്ക്കരികിലാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലെ അറ്റൻഷൻ വളരെ ബുദ്ധി ആവശ്യമുള്ള, ബ്രെയിനിന്റെ നല്ല ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ള ജോലിയാണെങ്കിൽ അതിനിടയിൽ വരുന്ന ഒച്ചയും ബഹളവും ഒക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ്. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ടു മേക്ക് ദ മോസ്റ്റ് ബെനഫിറ്റ് ഔട്ട് ഓഫ് അവർ അവൈലബിൾ ടൈം. നമ്മുടെ ലഭ്യമായ സമയത്തിൽ നിന്ന് ഏറ്റവും നല്ല പ്രയോജനം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞു, ടൈം മാനേജ്മെന്റ് എന്ന പ്രോസസ്സ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യലും കൺട്രോൾ ചെയ്യലുമാണ് നമ്മുടെ ടൈമിനെ. 2, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം, റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യേണ്ട കാര്യം. 3, ഇഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് എനേബിൾസ് ഇൻഡിവിജ്വൽസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് അച്ചീവ് ഗോൾസ്. വ്യക്തികളെ ഫലപ്രദമായ ടൈം മാനേജ്മെന്റ് സഹായിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. 1, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കുന്നതാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ. ആൻഡ് അച്ചീവിങ് ദർ ഗോൾസ്. അങ്ങനെയാകുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് നേടാനും കഴിയും. എന്താണ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ഔട്ട്പുട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് പ്രൊഡക്ടിവിറ്റിയുടെ വർധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസിൽ നല്ല ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. ഒപ്പം തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ലെസർ ടൈമിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്താണ് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്? ടൈം മാനേജ്മെന്റ് ഈസ് ക്രൂഷ്യൽ ഫോർ അച്ചീവിങ് സക്സസ് ഇൻ അവർ പേഴ്സണൽ ലൈഫ് ആൻഡ് ഓൾസോ ഇൻ അവർ പ്രൊഫഷണൽ ലൈഫ്. ടൈം മാനേജ്മെന്റ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ തൊഴിൽ ജീവിതത്തിലും വിജയം കൈവരിക്കുന്നതിന് നിർണായകമാണ്, ക്രൂഷ്യലാണ്. ഓക്കെ, അത് പറയണം. അതാണ് ഒന്നാമതായിട്ട് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ആദ്യം ഈ സെന്റൻസ് പറയണം. അതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും വിജയം കൈവരിക്കുന്നതിന് ടൈം മാനേജ്മെന്റ് നിർണായകമാണ്. നിർണായകമാണെന്നുള്ളതിന് ക്രൂഷ്യലാണ്. ടൈം മാനേജ്മെന്റ് ഈസ് ക്രൂഷ്യൽ ഫോർ അച്ചീവിങ് സക്സസ് ഇൻ അവർ പേഴ്സണൽ ലൈഫ് ആൻഡ് ഓൾസോ പ്രൊഫഷണൽ ലൈഫ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു പ്രയോറിറ്റൈസ് ടാസ്ക്. വ്യക്തികളെ അവരുടെ പ്രാധാന്യം അനുസരിച്ച്, ജോലികൾ പലത് ചെയ്യാനുണ്ടാവും ഒരു വ്യക്തിക്ക്, ജോലികളുടെ പ്രാധാന്യം അനുസരിച്ച് അവയെ ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് പ്രയോറിറ്റൈസ് ചെയ്യുക ടാസ്കുകളെ എന്ന് പറഞ്ഞാൽ. മാനേജ് സ്ട്രെസ്. അപ്പോഴേക്കും തന്നെ വ്യക്തിയുടെ ആ പിരിമുറക്കം, മാനസിക സമ്മർദ്ദം ഒന്ന് മാനേജ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഒപ്പം തന്നെ ഉൽപാദനക്ഷമത, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള വ്യക്തിയുടെ കഴിവ്, അതാണുള്ള പ്രൊഡക്ടിവിറ്റി, അത് കൂടുന്നു. പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഓൾസോ എനേബിൾസ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ തൊഴിൽ ജീവിതം ഒരിടത്ത് നിൽക്കുന്നു, നമ്മുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ വ്യക്തിഗത ജീവിതം അത് വേറൊരിടത്ത് നിൽക്കുന്നു. പലപ്പോഴും നല്ല ടൈം മാനേജ്മെന്റ് ഇല്ലാത്തപ്പോൾ ജോലി സ്ഥലത്തെ കാര്യങ്ങളും കൂടി വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്താ കാര്യം? ജോലിയും പേഴ്സണൽ ലൈഫും കൂടി കൂടിക്കൊടയാൻ ഇത് കാരണമാണ്. വീട്ടിലെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് ജോലി സ്ഥലത്തെയും തകരാറുണ്ടാകുന്നു. അപ്പൊ ഇത് ഈ വർക്ക് ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഇൻഡിവിജ്വൽസ് ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ലാതെ വരുമ്പോൾ തിരക്ക് പിടിച്ച് അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട്
ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഓൾസോ എനേബിൾസ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് എ ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ്. നല്ല രീതിയിലുള്ള വർക്കും ലൈഫും തമ്മിലുള്ള ബാലൻസ് ചെയ്യാനായിട്ട് പ്രോപ്പർ ടൈം മാനേജ്മെന്റ് വ്യക്തികളെ സഹായിക്കുന്നു. അതിന്റെ ഫലമോ ലീഡിങ് ടു ഇംപ്രൂവ്ഡ് ഓവറോൾ വെൽബീയിങ്, മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുന്നു, ഇംപ്രൂവ്ഡ് ആകുന്നു. വ്യക്തിയുടെ ഇൻഡിവിജ്വലിന്റെ ഓവറോൾ ആയിട്ടുള്ള വെൽബീയിങ് ഇംപ്രൂവ്ഡ് ആവുന്നു. അതാണ് ഈ നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? അതിന് നല്ല ടൈം മാനേജ്മെന്റ് സിസ്റ്റം അയാൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് മെച്ചങ്ങൾ, അഡ്വാൻറ്റേജസ് ഓഫ് ടൈം മാനേജ്മെന്റ്? ദി അഡ്വാൻറ്റേജസ് ഓഫ് ടൈം മാനേജ്മെന്റ് ഇൻക്ലൂഡ്: ഒന്ന്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. രണ്ട്, ഇംപ്രൂവ്ഡ് വർക്ക് ലൈഫ് ബാലൻസ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഔട്ട്പുട്ട് അഥവാ റിസൾട്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കഴിവിനെയാണ് ഒരു പഠിക്കാനിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അതൊരു പാരഗ്രാഫ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നല്ലൊരു ഔട്ട്പുട്ടാണ്. അതേസമയം ആ കുട്ടി 1 മണിക്കൂർ ഇരുന്നിട്ടും ഒരു പാരഗ്രാഫ് തൊട്ട് ഒരു സെന്റൻസ് പോലും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താർത്ഥം? അതിന് പ്രൊഡക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ഒരാൾക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ ടൈം മാനേജ്മെന്റ് പ്രധാനമാണ്. ഒപ്പം തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, നമ്മുടെ വ്യക്തി ജീവിതവും തൊഴിൽ ജീവിതവും തമ്മിൽ ഒരു ബാലൻസിങ് നന്നായി കൊണ്ടുവരാൻ കഴിയുന്നു. ഒപ്പം തന്നെ റെഡ്യൂസ്ഡ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് പരമാവധി കുറയുന്നു എന്നുള്ളതാണ്. മാനസിക പിരിമുറുക്കം, സമയമില്ലാണ്ട് തിരക്ക് പിടിച്ചോടിയോ അവിടെയും ശരിയായില്ല ഇവിടെയും ശരിയായില്ല എന്ന രീതിയിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവും. എൻഹാൻസ്ഡ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. നോക്കൂ, ടൈം മാനേജ്മെന്റ് കൊണ്ടുവരുമ്പോൾ 2 കാര്യങ്ങൾ വർദ്ധിക്കുന്നു. എൻഹാൻസ്ഡ് ആവുക, വർദ്ധിക്കുക. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്, ഫോക്കസ്, ചെയ്യുന്ന കാര്യത്തിൽ നല്ല ഫോക്കസ് കിട്ടുന്നു. 2, കോൺസെൻട്രേഷൻ കിട്ടുന്നു. ഇത് ടൈം മാനേജ്മെന്റ് ഉള്ള വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ബെറ്റർ ഗോൾ അച്ചീവ്മെന്റ്, നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമുക്ക് വളരെ നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത ആൾക്ക് ഒരു കാര്യവും ലക്ഷ്യവും നേടാൻ സാധിക്കില്ല. ഇതൊക്കെ മെച്ചങ്ങളാണെങ്കിൽ ഇതൊന്നും സാധിക്കാതെ വരുന്നതാണ് ദോഷങ്ങൾ. അപ്പൊ നമുക്ക് എസ്ഐക്ക് നീളം വേണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻറ്റേജസ് എഴുതിയ ഉടനെ തന്നെ ആ പോയിന്റ്സ് ഒക്കെ റിവേഴ്സ് എഴുതിയാൽ ഡിസഡ്വാൻറ്റേജ് ആയി. അപ്പൊ നമ്മൾ എങ്ങനെ വേണം? ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടൈം മാനേജ്മെന്റ് എന്ന് എഴുതിയിട്ട് നേരത്തെ പറഞ്ഞതിന്റെ ഒക്കെ ജസ്റ്റ് എഴുതുക. ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, പോർ ടൈം മാനേജ്മെന്റ് ഉള്ള വ്യക്തിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയാം. അയാൾക്ക് പ്രൊഡക്ടിവിറ്റി വളരെ കുറയും. അപ്പൊ നേരത്തെ ബെനിഫിറ്റ് പറഞ്ഞപ്പോൾ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി പറഞ്ഞു. ഇപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എഴുതാം. ഒപ്പം തന്നെ ദോഷം പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ സ്ട്രെസ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞതിന് പകരം സ്ട്രെസ് ഇവിടെ കൂടുന്നു. എങ്ങനെ? ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത വ്യക്തിക്ക് സ്ട്രെസ് കൂടുന്നു. ഇൻക്രീസ്ഡ് സ്ട്രെസ് എന്ന പോയിന്റ് എഴുതാം. അവിടെ ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ പുവർ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയണം. ഇനി അവിടെ ടാർഗറ്റ് ഒക്കെ ടൈമിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവിടെ ടാർഗറ്റ് ഒക്കെ മിസ്സായി പോകും. എങ്ങനെയാണ്? മിസ്ഡ് ഡെഡ് ലൈൻസ്. കമ്പനിയിൽ നമുക്കൊരു ഡെഡ് ലൈൻ തരും, ഈ ഡെഡ് ലൈനിനുള്ളിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്ക് ആ ഡെഡ് ലൈൻ ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ മിസ്സായി പോകും. ഇനി അടുത്ത റെഡ്യൂസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ നമുക്ക് തൃപ്തി ഇല്ലാതാകും. ജോലിയിൽ നിന്നുള്ള സംതൃപ്തി ഇല്ലാതാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇതൊക്കെ ടൈം മാനേജ്മെന്റ് ഇല്ലായ്മയുടെ ദോഷങ്ങളാണ്. നോക്കൂ, എന്തൊക്കെയാണ് ടൈം മാനേജ്മെന്റിന്റെ മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒന്ന്, ജോലികളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. 2, സമയക്രമ പട്ടിക ഉണ്ടാക്കുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു. 3, അവ നടപ്പിലാക്കുന്നു കൃത്യമായിട്ട്. പ്രയോറിറ്റൈസേഷൻ, ഷെഡ്യൂളിംഗ്, എക്സിക്യൂഷൻ. പ്രയോറിറ്റൈസേഷൻ എന്ന് വെച്ചാൽ മുൻഗണനാക്രമം നിശ്ചയിക്കലാണ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പട്ടികപ്പെടുത്തലാണ്. 3, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്, നടപ്പിലാക്കലാണ്. എന്താണ് പ്രയോറിറ്റൈസേഷൻ എന്ന് ഒരു സെന്റൻസിൽ പറയാം? ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് ടാസ്ക്സ് ബേസ്ഡ് ഓൺ ദർ ഇമ്പോർട്ടൻസ് ആൻഡ് അർജൻസി. എങ്ങനെയാ പ്രയോറിറ്റൈസ് ചെയ്യണത്? മുന്നിലുള്ള ടോട്ടൽ ടാസ്കുകളുടെ ലിസ്റ്റില് അവയുടെ ഇമ്പോർട്ടൻസും അർജൻസിയും നോക്കിയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റും മോസ്റ്റ് അർജന്റുമായ കാര്യങ്ങൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് മുൻഗണന ലിസ്റ്റിൽ കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യാൻ ഉള്ള ലിസ്റ്റിൽ നമ്മൾ പേര് കൊടുക്കുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. 2, ഷെഡ്യൂളിംഗ്. എന്താണ്? പട്ടികപ്പെടുത്തൽ. ദ പ്രോസസ് ഓഫ് അസൈനിങ് എ ടൈം ഷെഡ്യൂൾ ഫോർ ഈച്ച് ടാസ്ക്. ഓരോ ജോലിക്കും ഇത്ര സെക്കൻഡ്, നമുക്കറിയാലോ ഇന്ന ജോലി ചെയ്യാൻ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് വേണമെന്ന്. ആ ടൈമിനനുസരിച്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ടൈം എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതാണ് ഷെഡ്യൂളിംഗ്, സമയക്രമ പട്ടിക. എക്സിക്യൂഷൻ, നടപ്പിലാക്കൽ. ദ പ്രോസസ് ഓഫ് ക്യാരിയിങ് ഔട്ട് ദ പ്ലാൻഡ് ടാസ്ക്സ്. നമ്മൾ പ്ലാൻ ചെയ്ത ടാസ്കുകളെ നടപ്പിലാക്കണതിനെയാണ് തുടർന്ന് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഇനി എന്താണ് പ്രയോറിറ്റൈസേഷൻ? ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? മുൻഗണനാക്രമം എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോറിറ്റൈസേഷൻ ഇൻവോൾവ്സ് ലിസ്റ്റിംഗ് ഓൾ ടാസ്ക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രയോറിറ്റൈസിംഗ് ദം ബേസ്ഡ് ഓൺ ദർ ഇമ്പോർട്ടൻസ് ആൻഡ് അർജൻസി. അതിന്റെ ഇമ്പോർട്ടൻസും അർജൻസിയും അനുസരിച്ച് അതിനെ മുൻഗണന നിശ്ചയിക്കുക. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ടാസ്ക് ഷുഡ് ബി കാരിഡ് ഔട്ട് ഫസ്റ്റ്. ഏറ്റവും നിർണായകമായ
ഇമ്പോർട്ടൻ്റ് ആയ ജോലികൾ ആദ്യം നിർവഹിക്കണം. വൈൽ അതേസമയം ലെസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ക്യാൻ ബി സെറ്റ് അസൈഡ് ഫോർ ലേറ്റർ. അല്പ പ്രാധാന്യമുള്ള ജോലികൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നതിന് തെറ്റില്ല. രണ്ടാമത്തത് ഷെഡ്യൂളിംഗ്. എന്താണ്? സമയപട്ടിക ഉണ്ടാക്കൽ. ഷെഡ്യൂളിംഗ് ഇൻവോൾവ്സ് അസൈനിങ് എ ടൈം ഷെഡ്യൂൾ ഫോർ ഈച്ച് ടാസ്ക്. ഓരോ ടാസ്കിനും ആ ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ഒരു സമയപട്ടിക നൽകുക, നിശ്ചയിച്ച് നൽകുക, അസൈൻ ചെയ്യുക, നിശ്ചയിച്ച് നൽകുക. ദർ ആർ സെവറൽ ഷെഡ്യൂളിംഗ് ടെക്നിക്സ്. അപ്പോൾ സമയപട്ടിക ഉണ്ടാക്കുന്നതിന് പല ടെക്നിക്കുകളുണ്ട്. ഒന്ന്, ക്ലസ്റ്ററിംഗ്, റീഫോമിംഗ് ഡിഫറെന്റ് ടാസ്ക് ഗ്രൂപ്പ്ഡ് ടുഗദർ അറ്റ് എ ടൈം. വ്യത്യസ്ത ജോലികളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് ക്ലബ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ക്ലബ് ആക്ടിവിറ്റീസ് ലൈക്ക് ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഷോപ്പിംഗ് ഫോർ വെജിറ്റബിൾസ്. ബാങ്കിൽ പോകണം, അപ്പോൾ എന്ത് ചെയ്യണം? പോണ വഴിക്ക് വെജിറ്റബിൾ മേടിക്കാം. ആൻഡ് ബൈ എ ഗിഫ്റ്റ് ഫോർ യുവർ ഫ്രണ്ട് ടുഗദർ. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് മേടിക്കണം. ഓക്കെ, വീട്ടമ്മമാർ ഇത് ചെയ്യാറുണ്ട്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? പച്ചക്കറി അരിയുന്ന ഒപ്പം തന്നെ അവർ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനിടുകയും ചെയ്യും. ഇത് രണ്ടും കൂടി ഒപ്പത്തിനൊപ്പം മാനേജ് ചെയ്യും. ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയോട് ഹോംവർക്ക് എഴുതാനായിട്ട് പറയുകയും ആ കുട്ടി അത് എഴുതുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും അമ്മമാർ. ഇതെന്താണ്? പലവിധ ജോലികളെ ഒരേ സമയത്തിനുള്ളിൽ ക്ലബ് ചെയ്യലാണ്. ഇത് മുഴുവനും കൂടെ ഒന്ന് പൂർണ്ണമായും തീർന്നിട്ട് രണ്ടാമത്തേലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ. എന്നാൽ കൂട്ടത്തിൽ കൂടി ഒരു വിദഗ്ധയായ വീട്ടമ്മയ്ക്ക് അത് ചെയ്യാനും കഴിയും. ഇതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ക്ലബിംഗ് ഡിഫറെന്റ് ടാസ്ക് അറ്റ് എ ടൈം, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഡിഫറെന്റ് ടാസ്ക് ടു ഡു ടുഗദർ അറ്റ് എ ടൈം. ഇനി എന്താണ് ടൈം ബോക്സിംഗ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ടെക്നിക്കാണ് അലോക്കേറ്റിംഗ് എ ലാർജ് എമൗണ്ട് ഓഫ് ടൈം ഇൻ എ ഡേ ഫോർ എ സ്പെസിഫിക് ടാസ്ക്. ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുക. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ അലോക്കേറ്റ് 1 hour or 2 hours ഈച്ച് ഡേ ഫോർ റൈറ്റിംഗ് അസൈൻമെന്റ്സ്. ഓക്കെ, അതായത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, ചിലപ്പോൾ അസൈൻമെന്റ് എഴുതേണ്ടി വരുന്ന നാളുകളിൽ 1 മണിക്കൂർ അസൈൻമെന്റിന് വേണ്ടി അങ്ങോട്ട് ഒരു ടൈം ബോക്സ് ചെയ്ത് വെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ അസൈൻമെന്റ് തീരുന്നത് വരെയും നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിട്ട് തീരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ആ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറായി പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി 2, ബ്രേക്കിംഗ് ഡൗൺ ലാർജ് ടാസ്ക്. ചിലപ്പോൾ വലിയ ടാസ്കുകളൊക്കെ ഉണ്ടാവും, അതിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് ചെറിയ പീസായി മുറിച്ചിട്ട് സമയം പോലെ കുറച്ചായിട്ട് ചെയ്യുക. ബ്രേക്കിംഗ് ഡൗൺ ലാർജ് ടാസ്ക് ഇൻ ടു സ്മോൾ ടാസ്ക് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ ഈസി അവൈലബിൾ ഫ്രീ ടൈം. ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ട് ഫ്രീ ടൈമിൽ കുറച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഡിവൈഡ് എ കോഴ്സ് ഇൻ ടു ചാപ്റ്റേഴ്സ്. ഒരു വിഷയത്തിന്റെ കോഴ്സ് പല ചാപ്റ്ററായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ആൻഡ് ഫിനിഷ് ദ റിവിഷൻ പ്രോസസ് ബൈ സബ് ഡിവൈഡിങ് ദ ചാപ്റ്റേഴ്സ് ഇൻ ടു ഈച്ച് വീക്ക്. എന്നിട്ട് ആ ടോട്ടൽ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൃഹത്തായ കാര്യമാണ്, അത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയതല്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സബ് ഡിവൈഡ് ചെയ്ത് ഓരോ ആഴ്ചയിൽ ഇത്ര ചാപ്റ്റർ എന്ന രീതിയിലേക്ക് സബ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഓരോ ദിവസത്തിൽ ഇത്ര പോർഷൻ, ഇത്ര ഭാഗം എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെയ്യും. അതാണ് പറഞ്ഞത്. അപ്പോൾ ലാർജ് ടാസ്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതിന് മുമ്പ് പറഞ്ഞ ടൈം ബോക്സിംഗ്, അതിന് മുമ്പ് പറഞ്ഞത് ക്ലസ്റ്ററിംഗ്, അതായത് ഗ്രൂപ്പിംഗ് ടുഗദർ ദി ഡിഫറെന്റ് ടാസ്ക് ടു ഡു ദം അറ്റ് എ ടൈം. ഇനി എക്സിക്യൂഷൻ, ലാസ്റ്റ് പോയിന്റ് ആണ് അല്ലേ, നടപ്പിലാക്കൽ. എക്സിക്യൂഷൻ ഇൻവോൾവ്സ് ക്യാരിങ് ഔട്ട് ദ പ്ലാൻഡ് ടാസ്ക്. നമ്മൾ പ്ലാൻ ചെയ്ത ടാസ്കുകളെ ക്യാരി ഔട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്റ്റേ മോട്ടിവേറ്റഡ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ്. അല്ലാണ്ട് പ്ലാൻ ഉണ്ടാക്കലൊക്കെ എല്ലാവർക്കും കഴിയും, പട്ടികപ്പെടുത്താനും എല്ലാവർക്കും കഴിയും, പക്ഷേ അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ. ചെയ്ത് അത്രയും പൂർത്തിയായാലോ, എന്നെ കൊണ്ട് അത്ര സാധിച്ചല്ലോ എന്നുള്ള ഒരു സംതൃപ്തി തന്നെ നമുക്ക് പിന്നെയും അത് ചെയ്യാനുള്ള പ്രേരണയാകുന്നുള്ളൂ. സോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരണയാണ്. ഇനി അപ്പം നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവും ആൻഡ് ഫോക്കസ് ടു കംപ്ലീറ്റ് ടാസ്ക് എഫിഷ്യൻ്റ്ലി. നമ്മുടെ ജോലികൾ എഫിഷ്യൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. സെൽഫ് മോട്ടിവേഷൻ പ്ലാൻസ്, പിന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാനുള്ള പ്ലാനുകളാണ്. സച്ച് ആസ് സെൽഫ് റിവാർഡിങ് ക്യാൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽ സ്റ്റേ മോട്ടിവേറ്റഡ്. സെൽഫ് റിവാർഡിങ് ആണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇൻഡിവിജ്വൽസിന് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കൺക്ലൂഷൻ എന്താണ്? ഇൻ കൺക്ലൂഷൻ, ടൈം മാനേജ്മെന്റ് ഈസ് എ ക്രൂഷ്യൽ സ്കിൽ. ചുരുക്കി പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ഒരു നിർണായകമായ കഴിവാണ്. ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ദർ ഗോൾസ് ആൻഡ് ഇംപ്രൂവ് ദർ ഓവറോൾ വെൽബീയിങ്. വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാം, അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താം. ബൈ പ്രയോറിറ്റൈസിംഗ് ടാസ്ക്, ഷെഡ്യൂളിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് പ്ലാൻസ്, ഇൻഡിവിജ്വൽസ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. വ്യക്തികൾക്ക് അവരുടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള കഴിവാണ് പ്രൊഡക്ടിവിറ്റി. അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ 3 വഴികളിലൂടെ സാധിക്കും. അങ്ങനെ അവരുടെ സ്ട്രെസ് കുറയുന്നു, so that they can reduce their stress and achieve a better work life balance. അങ്ങനെ ആകുമ്പോൾ ജോലി, വ്യക്തി ജീവിതം ഇവ തമ്മിൽ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്നു.